എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ തുമ്പനിൽ കണ്ട പോലെ തന്നെ വാട്ടണ്ട, കുഴയ്ക്കണ്ട, പരത്തണ്ട അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇത് പറയുന്നത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പോരാത്തതിന് ഹെൽത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഇല ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പഴയ കാലത്ത് ഉണ്ടാക്കുന്ന അതേ രുചിയിലും ടേസ്റ്റിലുമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അട തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പിലാണ്. പിന്നെ പഴയ കാലത്ത് എങ്ങനെയാണോ നമുക്ക് അട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ രീതിക്കാണ് നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ടേസ്റ്റ് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റുമാണ്, പണി എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അട സൂപ്പറായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇല പാകത്തിനുള്ള സൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ ഇല കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് പിന്നെ അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് വേഗം ഇലയൊക്കെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ഇല കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എന്താ പറയുക, വെല്ലം. അത് നമ്മുടെ ഉണ്ട വെല്ലമാണ് കേട്ടോ എടുക്കുന്നത്. പഴയ കാലത്തെന്ന് പറയുമ്പോൾ നമ്മൾ അച്ച് വെല്ലമൊക്കെ എടുക്കാറുള്ളത്. അതിന് പകരം നമ്മളിന്ന് ഉണ്ട വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അച്ച് വെല്ലോ ഉണ്ട വെല്ലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ ഈ വെല്ലം പാവൊന്നും കാച്ചി എടുക്കുന്നില്ല. അതിന് പകരം ഉണ്ട വെല്ലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചീകിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ നമ്മുടെ അച്ച് വെല്ലോണെ നല്ലപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പണ്ട് കാലത്തായാലും ഇപ്പോഴായാലും എൻ്റെ വീട്ടിൽ അമ്മ ഇതുപോലെയാണ് കേട്ടോ അട ഉണ്ടാക്കി എടുക്കാറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഇതുപോലെ വെല്ലമൊക്കെ പാവ് കാച്ചി അതിലേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് നല്ല വരട്ടി എടുത്തിട്ട് ചെയ്യുന്നത്. പക്ഷേ പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ ഇതുപോലെ വെല്ലമൊക്കെ നല്ലപോലെ കുത്തിപ്പൊടിച്ച് തേങ്ങയും ചിരകിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അത് വളരെ വളരെ പണി എളുപ്പമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വെല്ലമൊക്കെ ഇങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ. ഈ വാഴയിലയുടെ കൂടി ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഉണ്ട് വെല്ലം മുഴുവനായിട്ട് നമ്മളിതുപോലെ ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ ചെരുകിയത് റെഡി ആയിട്ടുണ്ട്, വെല്ലവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് മാവ് വറുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എത്ര മാവ് വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അട എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ. ഗോതമ്പിലായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കൂടെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഗോതമ്പാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അട ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മാവിനൊരു ഉപ്പിൻ്റെ അംശം വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമോ ഇളം ചൂടുവെള്ളമോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെച്ച് നല്ലപോലെ വാട്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഇത് കുഴച്ചെടുക്കുക. ചപ്പാത്തിയെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഇല പരത്തിയെടുക്കുമ്പോൾ കിട്ടണമല്ലോ. അപ്പോൾ ആ സൈസിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം കൂടാതെ നോക്കണം. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് പരത്താനൊരു ബുദ്ധിമുട്ടാകും. അങ്ങനെ കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ അടയുടെ മാവിന് പ്രത്യേക അളവൊന്നുമില്ല. അത് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ലേശം ഉപ്പ് ചേർക്കാൻ കൂടെ മറക്കരുത്. ഈ പാകത്തിനാണ് കേട്ടോ നമ്മുടെ ഗോതമ്പ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് കുറച്ച് ലൂസായിട്ട്. അതിന് ശേഷം നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് അടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ.
ആദ്യം നമ്മൾ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കൈ മുക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇല കഴുകിയിട്ട് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നന്നായ പോലെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇല കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കണം എന്നുള്ളതൊന്നുമില്ല. നല്ലപോലെ കഴുകി വയ്ക്കുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളത്തിൽ തൊട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ തിക്നെസ് അത് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരുപാട് തിക്ക് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, നല്ല നൈസായി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. എങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ മുക്കി ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ മാവ് പരന്ന് വരും കേട്ടോ. അല്ലാണ്ട് ഒരുപാട് വെള്ളം വേണ്ട കുഴയ്ക്കുന്ന സമയത്ത്. ഒരുപാട് വെള്ളമായി ലൂസായി പോകും. ഒരു പാകം പോലെ അത് നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് മനസ്സിലാകും. ഇനിയിപ്പോൾ നമുക്ക് പരത്തിയിട്ട് വെള്ളം അധികമാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയിട്ടാൽ മതി. ഇനിയിപ്പോൾ വെള്ളം പോരാത്തത് കൊണ്ടാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ എല്ലാം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. മുഴുവൻ പരത്തിയിട്ടില്ല, കുറച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു സൈഡിലായിട്ട് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലവർ ചെയ്യും ഫുള്ളായിട്ട് ഇങ്ങനെ തേങ്ങ വെച്ച് കൊടുക്കും. പക്ഷേ നമ്മുടെ അമ്മയൊക്കെ അങ്ങനെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ തേങ്ങ വെച്ച് കൊടുക്കാറുള്ളത്. അത് നമ്മുടെ ഇലയുടെ തുമ്പ് ഭാഗത്തായിട്ടാണ് കേട്ടോ തേങ്ങ വെക്കുക. ആ മടക്കുന്നതിനും വെക്കുന്നതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന പോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ചീകി വെച്ചിട്ടുള്ള നമ്മുടെ വെല്ലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വാട്ടിയിട്ടൊക്കെ ചെയ്യില്ലേ, വെല്ലമൊക്കെ വാട്ടി ചെയ്യുന്ന സമയത്ത് വെല്ലത്തിൻ്റെ അളവ് കുറച്ച് മതിയാകും കേട്ടോ. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വെല്ലം നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ആവശ്യമാണ് കേട്ടോ. ടേസ്റ്റും നന്നായിരിക്കും. എന്താ പറയുക, ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വാട്ടാണ്ട് ചെയ്യുന്നതിനും വാട്ടിയിട്ട് ചെയ്യുന്നതിനും രണ്ടും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കുറച്ച് പരത്തിയിട്ടുണ്ട്, ഒരു 8 എണ്ണം പരത്തിയിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ചൂടായപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഒരു തട്ടിൽ 4 എണ്ണം വെച്ചിട്ട് അങ്ങനെ 2 തട്ടിലായിട്ട് 8 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കെല്ലാം കൂടെ ഒരുമിച്ച് ആവി കയറ്റി കഴിഞ്ഞാൽ അത് വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുക അങ്ങനെ 2 സെക്ഷനായിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത സെക്ഷനും കൂടെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെല്ലവും തേങ്ങയും കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതുപോലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മാവിൽ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരടിയിൽ മാത്രം ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ തേങ്ങയും വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇലയുടെ തൂമ്പിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലയുടെ കാമ്പിൻ്റെ സൈഡ് ഇങ്ങനെ മടക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നറിയില്ല, അങ്ങനെ മടക്കി അങ്ങനെ ശീലിച്ചു. അതാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതും നമ്മൾ എല്ലാം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ അട വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇലയിൽ നിന്ന് നമ്മുടെ അട ശരിക്കും വിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ അടയും ഇതുപോലെ തന്നെ വിട്ട് വരും കേട്ടോ. നമുക്ക് എല്ലാം വേണമെങ്കിൽ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ വാട്ടാണ്ട് നമ്മുടെ തേങ്ങയും വെള്ളവും ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിൻ്റെ ആ നീര് കുറേശ്ശെ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും വരില്ല, എന്നാലും ചെറുതായിട്ടൊരു ആവി തട്ടുന്ന സമയത്ത് ആ വെള്ളം വരും. അത് മാത്രമേ ഇതിനൊരു മിസ്റ്റേക്ക് ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബാക്കിയുള്ള അടകൾ കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 6 അട ഉണ്ടായിരുന്നിട്ടുള്ളൂ, അത് ഞാൻ ഒരുമിച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് വെന്ത് വരട്ടെ. ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ രണ്ടാമത്തെ അടയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെന്ത് വരുന്നത് എന്താ പറയുക, നമ്മളിങ്ങനെ ഇല എടുക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. അത് ഇലയിൽ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ ആവി തട്ടി കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇല എടുക്കുന്ന സമയത്തും ചൂടുണ്ടാകും, അതും ശ്രദ്ധിച്ചെടുക്കണം. നമുക്ക് പിന്നെ അങ്ങനെ എടുത്തെടുത്ത് ശീലമുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കൈ കൊണ്ട് തന്നെ വേഗം എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അട. ആ ഫില്ലിങ്ങൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഗോതമ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ അടയ്ക്ക് വരുന്നത്. ഞാൻ കൂടുതലായിട്ടും നമ്മുടെ ഗോതമ്പടയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അരി കൊണ്ടുള്ള അട ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പൊന്നിയരി വെള്ളത്തിലിട്ട് അരച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അത് അരച്ച് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന അട എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ
അരി കൊണ്ട് ഉണ്ടാക്കുന്ന അട ഞാൻ എപ്പോഴും അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കണ്ടോ, ഫില്ലിങ്ങൊക്കെ നല്ല സൂപ്പറായി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കത്തി കൊണ്ട് മുറിച്ചിട്ടുണ്ടായിരുന്നത്. കൈ നല്ല പൊള്ളുന്ന ചൂടായിരുന്നു. എന്താ പറയുക, നമ്മൾ അടുപ്പിൽ നിന്ന് നേരെ എടുത്തതും അങ്ങനെ കാണിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പീസും കൂടെ പൊട്ടിച്ച് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ആ വെല്ലവും തേങ്ങയും എല്ലാം കൂടെ നല്ല ഒരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. ഏലക്കായൊക്കെ വേണമെങ്കിൽ ഇടാം, പക്ഷേ പഴയ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ സിമ്പിളായിട്ടാണ് അടി ഉണ്ടാക്കാറുള്ളത്. പഴയ കാലത്ത് ഗോതമ്പ് കൊണ്ട് അധികം ഉണ്ടാക്കില്ല, അരി കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി കാണിച്ചു എന്ന് മാത്രം. ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ അടുപ്പിൽ നമ്മുടെ മാവ് കുഴയ്ക്കുക, വാട്ടിയെടുക്കുക, അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.